മന്ത്രി സത്യം പറഞ്ഞോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, മന്ത്രി പറഞ്ഞത് സത്യമാണോ? കേരളത്തിലെ മന്ത്രിമാർക്ക് സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതാണ് സത്യം. ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല, എല്ലാം വാർത്തയോട് വാർത്തയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? എത്ര നിസ്സാരമായി ഒരു ചെറിയ വാർത്തയായി പോകേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഡെങ്കിപ്പനി മൂർച്ഛിച്ചു. അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലല്ലോ. എവിടേക്കാണ് കൊണ്ടുപോയത്? ഈ പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച സമയത്ത് അദ്ദേഹത്തെ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. അദ്ദേഹത്തെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവിടെ ചികിത്സിച്ചു, രോഗം ഭേദമായി എന്നുള്ളതാണ്. കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും സ്വകാര്യ ഹോസ്പിറ്റലിൽ മാത്രം ആശ്രയിച്ചിട്ടാണോ ജീവിക്കുന്നത്? അവർക്ക് ഓരോ സ്ഥലത്തും ഓരോ സ്പെസിഫിക് ഡോക്ടർമാരുണ്ടാവും. ആ ഡോക്ടർമാരെ കണ്ടെത്തി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ വിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു പ്രാവശ്യം വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. 2 സ്വകാര്യ ഹോസ്പിറ്റലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണല്ലോ കിടക്കുന്നത്, അവിടുന്ന് വെല്ലൂരേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു അസുഖം വന്നപ്പം അവിടെ വിദഗ്ധ ചികിത്സ നടക്കുന്ന സ്ഥലം വെല്ലൂരാണ്, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത്രയും ഇതിനെ കാണേണ്ട കാര്യമുള്ളൂ. കേരളത്തിലെ അദ്ദേഹം പറഞ്ഞ പ്രാധാന്യം എന്താണ് അത് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ പ്രാധാന്യം ഇത്രയേ ഉള്ളൂ. വൻകിട കുത്തകകൾ US-ലും UK-ലും GCC കൺട്രീസിലുള്ള 10,000, 5,000, 10,000 കോടി രൂപ ആസ്തിയുള്ള വൻകിട കുത്തകൾ ഇവിടുത്തെ സ്വകാര്യ ഹോസ്പിറ്റൽ എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ നടത്തുന്ന സ്വകാര്യ ഹോസ്പിറ്റലുകളാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളും നോക്കിയാൽ അറിയാം, ഒത്തിരി സ്വകാര്യ ഹോസ്പിറ്റലുകളുണ്ട്. ആ സ്വകാര്യ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു? വൻ വിലയ്ക്ക് വാങ്ങിയിട്ട് ഇതെന്ത് ചെയ്യും? വലിയ കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ്. ചെറിയ ഹോസ്പിറ്റലാണ്, ചെറിയ ഏരിയയിൽ കൂടെ. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നോക്കിയറിയാം, തിരുവനന്തപുരം ജില്ലയിൽ നോക്കിയറിയാം. ഈ ഹോസ്പിറ്റലെല്ലാം 100, 200, 250 ബെഡുള്ള ഹോസ്പിറ്റലുകളാണ്. ആ 200, 250 ബെഡിൻ്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഒരു ഡോക്ടറായിരിക്കും, അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടറായിരിക്കും, അദ്ദേഹത്തിൻ്റെ മക്കൾ ഡോക്ടറായിരിക്കും. ഇവരെല്ലാം കൂടി നടത്തി കൊണ്ടുപോകുന്നൊരു ഒരു ഹോസ്പിറ്റലായിരിക്കും. ഈ ഹോസ്പിറ്റലുകളെ എന്ത് ചെയ്യും? വൻ വിലയ്ക്ക് വാങ്ങുകയാണ്. ഈ വൻ വിലയ്ക്ക് വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ വൻ വില എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരിക്കലും മുതലാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് സാധാരണ ഡോക്ടർമാർക്ക് മുഴുവൻ അറിയാം. പക്ഷേ എന്താണ്, അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ എമൗണ്ടിന് വാങ്ങുകയാണ്. വാങ്ങിയിട്ട് ഇതിന് ചെയിനായി. ഇപ്പം ചില ഹോസ്പിറ്റലുകൾ നോക്കിയറിയാം, തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ 10, 15 ഹോസ്പിറ്റലാണ്. ഈ ചെയിൻ എന്ന് പറയുന്നത് വലിയ കമ്പനികളാണ്. 10, 50,000, 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള കമ്പനികളാണ്. ഇവരെന്തിനാണ് ഈ 1000 കോടിക്കും 1200 കോടിക്കും 1500 കോടിക്കും ഓരോ ഹോസ്പിറ്റൽ വാങ്ങുന്നത്? ഈ ഹോസ്പിറ്റൽ വരുമാനം എങ്ങനെയാണ് അവർക്ക് കിട്ടുക? അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുത്തെ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെ തകർക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് ഒറ്റ കുടക്കയിലായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒറ്റ കുടക്കയിൽ എന്ന് പറഞ്ഞാൽ അവർ നിശ്ചയിക്കുന്ന എമൗണ്ട് ആവും, അവർ നിശ്ചയിക്കുന്ന കൺസൾട്ടേഷൻ ഫീ ആവും, അവർ നിശ്ചയിക്കുന്ന ടെസ്റ്റിംഗ് ഫീ ആവും, അവർ നിശ്ചയിക്കുന്ന ഡോക്ടർമാരുടെ ശമ്പളമാവും. ഇതോടുകൂടി ഈ ആരോഗ്യ മേഖല തകരും. ഈ തകർന്നതിനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ത്? വൻകിട കുത്തകൾ വന്ന് കേരളത്തിലെ സ്വകാര്യ മേഖലകളെ സ്വാധീനിക്കുന്നു, അതിന് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അല്ല, പറയട്ടെ. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. പക്ഷേ അതെന്താക്കി? സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഉദ്ദേശിച്ച് മാത്രമാക്കി. സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റൽ എന്താണ്? ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ചെറിയ ഹോസ്പിറ്റലുകളുണ്ട്, എല്ലാം സ്വകാര്യ ഹോസ്പിറ്റലുകളാണ്. അവിടെയൊന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊന്നും ഈ രീതിയിൽ വലുതായിട്ട് വളർന്നിട്ടില്ല. അവിടെ എന്താണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരായ ഒന്നോ 2 ഡോക്ടർമാരുണ്ടാവും, ഒരു 5, 8 നേഴ്സുമാരുണ്ടാവും. അവരവിടെ പ്രാഥമികമായി ചികിത്സ നടത്തും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അവരെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എക്യുപ്മെൻ്റ് ഇല്ല. അങ്ങനെ ഒരു എക്യുപ്മെൻറ്റ് നടത്തിയ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നടത്തിക്കൊണ്ട് പോകാനും കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവരാണ് സ്വത്തടുത്തുള്ള. അപ്പോൾ കേരളത്തിലെ മിഷണറിമാർ നടത്തുന്ന എത്ര ഹോസ്പിറ്റലുകളുണ്ട്, എത്ര സിസ്റ്റേഴ്സ് അച്ഛന്മാർ നടത്തുന്ന ഹോസ്പിറ്റൽ, സഭ നടത്തുന്ന എത്ര ഹോസ്പിറ്റലുണ്ട്, മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട്, ഹിന്ദു സംഘടനകൾ നടത്തുന്ന ഹോസ്പിറ്റലുണ്ട്. ഇവരൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല വലിയ കോടിക്കണക്കിന് രൂപ കുത്തകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. വളരെ ആത്മാർത്ഥ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ഹോസ്പിറ്റൽ പറഞ്ഞാൽ വളരെ തുച്ഛമായ രീതി അവരാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുദ്ദേശിക്കും വലിയ കുത്തകളായിട്ടൊന്നുമല്ല. പക്ഷേ എന്താണ്, അവരെയാണ് ഈ സ്വകാര്യ ഹോസ്പിറ്റൽ എന്ന് പറയേണ്ടത്, മറ്റേകളെ കുത്തകളെന്ന് പറയേണ്ടത്. ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ്, ഈ 2 വാക്കുകളുടെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനൊരു വലിയ രീതിയിൽ കുത്തകളായിട്ടും ഈ സ്വകാര്യ ഹോസ്പിറ്റൽ. അപ്പം സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എറണാകുളത്തെ നല്ല ഹോസ്പിറ്റലുണ്ട്, ചെറിയ ഹോസ്പിറ്റലാണ്, 10, 150, 200 ബെഡുള്ള ഹോസ്പിറ്റലാണ്. ഇതൊരു 4 വലിയ കമ്പനികൾ വന്നിട്ട് മൊത്തത്തിലങ്ങ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എറണാകുളത്ത് പിന്നെ ഏതോ ഹോസ്പിറ്റലുള്ളത്? ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ പറ്റും? ഇവിടുത്തെ പിന്നെ അവരോട് തർക്കിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മാനേജ്മെൻറ്റ് ഇരിക്കുന്ന ഡൽഹിയിലും ബോംബെയിലും UK-ലും US-ലൊക്കെയാണ്. നമുക്ക് അവരോട് വാർത്ത കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു വാർത്ത കൊടുത്താൽ റിയാക്ഷൻ ഉണ്ടാവും. എന്തൊരു കറക്റ്റീവ് മെഷേഴ്സ് എടുത്ത് അത് തിരുത്തും. അയ്യോ, ഇനി ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇത് പേരുദോഷമാവും എന്ന് വിചാരിക്കും. പക്ഷേ ഈ സ്വകാര്യ കുത്തകൾ വന്നിട്ട് ഇത് ഏറ്റെടുത്താൽ നമ്മൾ വാർത്ത കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കേരളത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കാര്യമുണ്ടോ? ഇപ്പോൾ അദാനിക്കെതിരെ വാർത്ത കൊടുത്താൽ കേരളത്തിൽ എന്ത് നടക്കും? അംബാനിക്കെതിരെ വാർത്ത കൊടുത്താൽ എന്ത് കാര്യം? റിലയൻസിനെതിരെ വാർത്ത കൊടുത്താൽ ഇന്ത്യയിൽ എന്ത് നടക്കും? ടാറ്റയ്ക്കെതിരെ വാർത്ത കൊടുത്താൽ എന്ത് നടക്കും?
ഒന്നും നടക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പീനട്സ് ആണ്, അവരത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുള്ളൂ. ഇതിനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. ഇതിങ്ങനെ വളരാൻ പാടില്ല. കേരളത്തിലേക്ക് വലിയ ഈ കേരളത്തിലെ ആരോഗ്യ മേഖല കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയും ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളും കൂടിയതാണ് ഈ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 850 ആൾക്കാർ തിങ്ങിത്താർക്കുന്ന സ്ഥലത്ത് ഈ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് മുഴുവൻ സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? ഏതെങ്കിലും നടക്കുമോ? ഇപ്പോൾ ഇന്ന് ഒരു എക്യുപ്മെൻറ്റ് വന്നു. ഈ എക്യുപ്മെൻറ്റ് ഇന്ന് പർച്ചേസ് ചെയ്യാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? സർക്കാരിനെ കൊണ്ട് പറ്റുമോ? ഒരു എക്യുപ്മെൻറ്റ് വില 3-4 കോടിയാണ്. സ്വകാര്യ മേഖലയ്ക്ക് പറ്റും. കാരണം എന്താണ്? അവർക്ക് മുതൽ മുടക്കുന്നത് ജനങ്ങളോട് തന്നെ പിരിച്ച് അവർ ആ സാധനം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് 10-20% ലാഭം എടുക്കുമായിരിക്കും. പക്ഷേ മറ്റേതെങ്ങനെയാണ്? മറ്റേതെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാരിനെ കൊണ്ട് നടത്താൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മുഴുവൻ സർക്കാർ നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അതിലേക്കുള്ള എക്യുപ്മെൻറ്റ് മുഴുവൻ മണിക്കൂർ വെച്ച് മാറ്റാൻ പറ്റുമോ? ടെക്നോളജി അത്ര സ്പീഡാണ്. ഇപ്പോൾ റിപ്പോർട്ടർ TV തുടങ്ങി 2 വർഷം മുന്നേ അല്ലേ? അന്ന് മേടിക്കുക എക്യുപ്മെൻ്റ് ആണോ ഇന്നുള്ളത്? ഇന്ന് നമ്മളോട് AMC എടുക്കാൻ വരുന്ന ആൾക്കാർ വന്ന് ചോദിക്കണം, സാറേ അത് മാറിയിട്ടോ, ആ ടെക്നോളജി മാറി, പുതിയ ടെക്നോളജി വന്നു, നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ വേണ്ടത് ചോദിക്കുകയാണ്. അത്രയും മാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അത് അത്ര ഫണ്ട് കേരള സർക്കാർ എടുത്തത്. എവിടുന്ന വരുമാനം? ഈ ജനങ്ങളെ കുത്തിപ്പിടിച്ചിട്ട് മാത്രം ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അപ്പോൾ ഇതിനെയാണ് അദ്ദേഹം എതിർത്തത്. അത് നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ കുത്തകൾ വാങ്ങുന്ന കാര്യം അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമല്ലേ? അത് അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ഫോക്കസ് മാറിപ്പോയി. അദ്ദേഹം പറഞ്ഞോട് കൂടിയിട്ട് ചെറിയ ഫോക്കസ് തെറ്റിപ്പോയതാണ്. അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മേഖലയിൽ ചികിത്സ കിട്ടാത്തതുകൊണ്ടല്ല ഉദ്ദേശിച്ചത്. കാരണം പുള്ളിക്ക് എപ്പോഴും പറ്റുന്നൊരവസ്ഥ എന്ന് പറയുന്നത് പുള്ളിനെ ഈ പറയുന്ന മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നും പുറത്ത് വരുന്ന വേറൊന്നുള്ള ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളതും അതായത് കുറ്റം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ആരോഗ്യ മേഖല നന്നാകേണ്ടതുണ്ട്. ഇനിയും നന്നാകണം. നല്ലതല്ല എന്നുള്ളതല്ല, ലോകത്തിലെ ഏറ്റവും നല്ലതാണ്. പക്ഷേ മലയാളികളും അങ്ങനെയാണ്. നമ്മൾ മലയാളികളെ കുറിച്ച് നമ്മൾ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പറഞ്ഞല്ലോ, കുറേ വീടുകൾ ഒലിച്ചുപോയി. എന്നിട്ട് കേന്ദ്രം തന്നത് 1.5 ലക്ഷമാണ്. അപ്പോൾ 1.5 ലക്ഷം തരാനുള്ള കാരണം എന്താ? പിന്നെ UP-ലും ഗുജറാത്തിലും ആന്ധ്രയിലുള്ള വീടുകളുടെയൊക്കെ വില എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം ഒറ്റ ഇതെടുത്തിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് 1.5 ലക്ഷം തരാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിച്ചോ? 25 ലക്ഷവും 30 ലക്ഷവും 50 ലക്ഷവും മുടക്കി വീടുകളിലാണ് ജനങ്ങൾ താമസിക്കുന്നത് കേരളത്തിൽ. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഒരു നിലയിലുള്ള വീട്ടുകാർ 2 നിലയിലേക്ക് 3 നിലയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്കാണ് കേരളം. അത്രയും വലുതായിട്ട് നമ്മുടെ സംവിധാനം വികസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സംവിധാനം വെച്ചിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖല ഇനിയും മുന്നോട്ട് വരണം എന്നുള്ളത്, അതിനെക്കുറിച്ചാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞാൻ ഈ സമരത്തെക്കുറിച്ച് മിനിഞ്ഞാന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. സമരം നടത്തുന്നതിന് രാജിവെക്കാനാവരുത്. ഒരു മന്ത്രീനെ, ഒരു ജനപ്രതിനിധിനെ കേരളം തിരഞ്ഞെടുത്ത് വിടുന്നതിനാണ് രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതെല്ലാവരും വീണ ജോർജ് 5 പ്രാവശ്യം മന്ത്രിയായ മന്ത്രിയൊന്നുമല്ലല്ലോ, ആദ്യത്തെ മന്ത്രിയാണ്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളുമാണ്. പക്ഷേ അത് അവഹേളനത്തിലേക്ക് മാറരുതെന്നുള്ളതാണ്. ഇപ്പോഴും സജി ചെറിയുടെ കാര്യത്തിൽ അതാണ് പറയുന്നത്. അവഹേളനത്തിലേക്ക് മാറേണ്ട കാര്യം, അതിന് തെറ്റുപറ്റി, അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ റിപ്പോർട്ടർ TVൻ്റെ പിന്നെന്താണ് ടെലിയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അത് വാർത്തയാവില്ല. അത് വാർത്തയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർത്ത അല്ലാതായി മാറും എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. ആരോഗ്യ മേഖല ഇനിയും വളരണം. പക്ഷേ ഇതുപോലെയുള്ള കുപ്തകൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.